സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ഐഫോൺ 17 Pro Max 1TB അൺബോക്സ് ചെയ്യാൻ പോവാണ്. അങ്ങ് വിദൂരതയിൽ ആകാശത്തിരുന്നു കൊണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ്. ഇത് എങ്ങനെ അൺബോക്സ് ചെയ്യണമെന്ന് ഇത് വാങ്ങി അന്ന് മുതൽ ഞാൻ ആലോചിക്കാനാണ് ഗൈസ്. നമ്മുടെ കമന്റ് ബോക്സ് ആണെങ്കിൽ വെറൈറ്റി ഐഡിയകൾ കൊണ്ട് നിറഞ്ഞു കിടക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളത്തിന്റെ അടി വെച്ച് അൺബോക്സ് ചെയ്തു. അതിനു മുന്നേ നമ്മൾ പല വ്യത്യസ്തമായ രീതികളിലും ഈ ഐഫോൺ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചോദിച്ചു വൈ നോട്ട് ആകാശത്തിന്റെ മേളിൽ വെച്ച്. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് നമുക്ക് അടുത്തും വേണം. അപ്പോഴാണ് നമ്മുടെ വർക്കലയിൽ ഈ മോട്ടോർ ഗ്ലൈഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതും ആകാശത്തിൻ്റെ മണ്ടേ വെച്ചാണ്, പക്ഷേ ഒരു ബാക്കിലൊരു ഫാനൊക്കെ വന്നിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്കലയിലോട്ട് പോവാം ഗൈസ്. സന്ദീപ് ഇതാ വണ്ടിയായിട്ട് എത്തിക്കഴിഞ്ഞു. പോവാടാ, പോവാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു വർക്കല ആൻഡ് അൺബോക്സ്. ഗൈസ്, ഈ സൊനമണിയിലാണ് നമ്മളിപ്പോൾ പറക്കാൻ പോകുന്നത്. എൻ്റെ പൊന്നമ്മച്ചിയേ, ഞാൻ എങ്ങനെ ഗൈസ് ഇത്രയും ഹൈറ്റിൻ്റെ അടുത്ത് പേടിയുണ്ടായിട്ടും കറങ്ങി തിരിഞ്ഞ് ഇതിലോട്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കണത്? ഐഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ കോമാണ്ടിത്തരങ്ങൾ നോക്കണേ. എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ പാരാഗ്ലൈഡിങ് ചെയ്തില്ലേ, നമ്മൾ ബീർ ബെല്ലിങ്ങിൽ പോയിട്ട്, അതിൻ്റെ അത്രയും പൊക്കത്തിൽ ഇത് പോകുന്നില്ല. പക്ഷേ ഇതിൽ കുറേ അഭ്യാസങ്ങളൊക്കെ ഈ എണ്ണം കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഐഫോൺ അൺബോക്സ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ വെറൈറ്റിയാണ് ഗൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് മീനുകളുടെ കൂടെയാണ് അൺബോക്സ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ആകാശത്ത് കുരുവികളുടെയും പറവകളുടെയും കൂടെയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും വെറൈറ്റി അൺബോക്സിങ്. അയ്യോ ഭയങ്കര വെയിൽ. നിങ്ങൾക്ക് വേറെ അവിടെ ഇന്നാണ്ട് ഗൈസ്, അത് ടേക്ക് ഓഫ് ചെയ്യാൻ പോവേണേ. നോക്കിക്കോണേ ഞങ്ങൾ. ഇവിടെ ഇതിൽ ആൾ കയറി ഇരുന്നിട്ട് ആ സാധനം എടുത്തെടുത്ത് എന്ത് രസമല്ലേ ഇത്. പറക്കുമ്പോഴൊരു രസം ഉണ്ടായിരുന്നു, മതിയായിരുന്നു ഗൈസ്. ഓക്കെ, ഇനി ടെൻഷൻ നമ്പർ 1. ഈ ഐഫോണിൻ്റെ കൂടിൻ്റെ തൊട്ട് മേളിൽ ഇങ്ങനെയാണ് അവർ ഐഫോൺ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ കാറ്റടിച്ച് ഇത് പറന്നു പോയി കഴിഞ്ഞാൽ ഐഫോൺ പോയി. ഈ സാധനം നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ വല്ല എയർ പോക്കറ്റിലും വീഴുകയാണെങ്കിൽ ഐഫോൺ പോയി. ഈ സാധനം ഒരു കാരണവശാലും താഴെ പോവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. പിന്നെ ആകാശത്ത് വെച്ച് തന്നെ നമ്മളതിൻ്റെ സ്റ്റിക്കർ വഴിച്ച് ഇത് ഓണും ആക്കണ്ടേ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ടാസ്ക് ഗൈസ്. പക്ഷേ അതൊന്നും നമുക്കറിയണ്ട, നമ്മളിത് ചെയ്തിരിക്കും. നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഈ അണ്ണ ഇത് എന്തിന് കാണിക്കണത്? ഒയ്യോ, ഇത് വീഴൂലേടേ എൻ്റെ പൊന്നേ. വീട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് എ റിസ്കി ബിസിനസ് ഗൈസ്. അടുത്ത നമ്മുടെ റോളാണ് ഗൈസ്. സാധനം കൈ പിടിച്ചിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പെട്ടി കളയാതിരിക്കാൻ ഒരു ബാഗ് എടുത്ത് സ്നൈസർ സൈഡിൽ വെച്ച് ഗൈസ്. ഞാൻ മറ്റേ പഴയ ഗോപ്രോയുടെ ബ്രായൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് DJ ആണെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് പൊട്ടിക്കാം ഗൈസ്, പൊട്ടിക്കും. നമുക്ക് പോകാനായിട്ടുള്ള സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ദേവിയെ ആണ് നോക്ക് ഗൈസ്. ഇതിലാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയും, കാരണം അണ്ണാ ഇതിൽ തലകുത്തി കറക്കുകയാണെങ്കിൽ ഫോൺ അൺബോക്സ് ചെയ്ത് തീർന്നതിന് ശേഷം കറക്കണേന്ന്. ഇല്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിലും എൻ്റെ ഐഫോണിൻ്റെ കാര്യത്തിലും തീരുമാനമാവും. അപ്പോൾ നമുക്കിനി ഐശ്വര്യമായിട്ട് പോയി നമ്മുടെ ഈ സൊനാപ്പിയിൽ കയറാൻ ഗൈസ്. ഇതിൻ്റെ പേരെന്തിനാണ്? മോട്ടോർ എയർ എന്തിനാടാ പേര്? പാരാമോട്ടോ. എവനാണ് പറഞ്ഞത്? താങ്ക് യുടാ. പാരാമോട്ടോയിൽ കയറി നമുക്കൊരു പൊളക്കാം ഗൈസ്. ചെറിയ ടെൻഷനുണ്ട് കേട്ടോ. എൻ്റെ മുഖത്തറിയാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? അയ്യോ ഗൈസ്, ഇതാണ് അപ്പോൾ സാധനം കേട്ടോ. ഹലോ ചേട്ടാ, അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതും ഞാനും എല്ലാം കൂടെ വെള്ളത്തിലാവും. ഹെൽമെറ്റൊക്കെ ഉണ്ട്. എടാ, ഇതെന്തിനാ നമ്മൾ മേളിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണത്? ഇതൊന്ന് താഴെ വീണ ഈ ഹെൽമെറ്റ് നമ്മൾ രക്ഷിക്കുമോ? അത് പ്രോട്ടോക്കോളാണ്. ആണല്ലേ, ഇതിലാണ് ഇരിക്കേണ്ടത്. ദൈവമേ, അയ്യോ. അതെ, ഒരു പ്രാവശ്യം ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാരാസെയിലിങ്ങും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്താ പറയണത്? പാരാമോട്ടറിങ് ആദ്യമായിട്ടാണ്. ബീർ ബെല്ലിങ്ങിൽ കാലൊക്കെ വെക്കാൻ നമുക്ക് സ്പെഷ്യലായിട്ട് അരിയൊക്കെ ഉണ്ട്. ഓക്കെ,
എഞ്ചിൻ ഓഫ് ചെയ്താ ഇത് താഴെ ഇറങ്ങട്ടെ. അൺബോക്സ് ചെയ്യണ്ട എന്റെ പൊടിപ്പുര അമ്മച്ചി. ഓക്കെ നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. ഇതെന്താ എഞ്ചിൻ ഓഫ് ആക്കിയത്? കുഴപ്പമില്ലല്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, ഇത് ഐശ്വര്യമായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാണ് ഗൈസ്. ഭഗവാനെ, ആകാശത്തിരുന്നുകൊണ്ടുള്ള ഐഫോൺ അൺബോക്സിംഗ് ആണ്. തെറിച്ചു പോയി കഴിഞ്ഞാൽ ഇത് കടലില്. തെറിച്ചു പോലെ പൊന്ന ഐഫോണ് പുതിയതാണ്, ഇപ്പൊ വാങ്ങിയുള്ള ചക്കരയാണ്. കയ്യൊക്കെ മറക്കണ്ട. ഐഫോൺ താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ മൂച്ചി. ഓക്കെ ഇല്ലേ, നല്ല കളറല്ലേ? അതെ, ആകാശത്തിരുന്നോണ്ട് കളറിനെ കുറിച്ച് സംസാരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. തിരിച്ച് ചൂട്. അയ്യോ കൈ മറക്കണേ. എന്തോ ഇത്രയും പൊക്കത്തിരുന്നാ പിന്നെ കൈ മറക്കൂലേ? ഞാനൊരു മനുഷ്യനല്ലേ? ഓ ഓക്കെ, കൂടടച്ച്. അതെ, അതിന് തുറക്കട്ടാ, ഓപ്പൺ ആക്കട്ടെ. ആദ്യത്തെ ഐഫോൺ 17 Pro Max ആകാശത്തിരുന്നുള്ള അൺബോക്സിംഗ്. അത് നമ്മുടെ ഓണായിട്ടില്ലേ? ഇത് പിന്നെ എന്റെ കുലിക്ക് സർവത്തടിച്ചല്ലേ എന്റെ ആമാശ എന്റെ ഉച്ചയിരിക്കണേ. അതീവം സക്സസ്ഫുള്ളി. ഇതൊക്കെ എന്ത് ഇനി കുലിക്കല്ലേണ്ട. ണ്ടോ എന്റെ മോനെ? ഗൈസ്, ഒരു വലിയ മണ്ടത്തരം പറ്റിപ്പോയി. ഇതിൽ വെച്ചിരുന്ന ക്യാമറ റോൾ ചെയ്യാൻ വിട്ടുപോയി. എന്റെ ഓഡിയോ കിട്ടിയാന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഗൈസ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമ്മൾ ആകാശത്ത് വെച്ച് അൺബോക്സ് ചെയ്തു. അണ്ണാ, നിങ്ങൾ എന്തിനാ എന്നെ കുലുക്കി സർബത്ത് അടിച്ച് ഇടക്കി വെച്ചിട്ട്? ഓ, ഉയരെടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പേടിയാവും, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സേഫ് ഫീലിംഗ് ഉണ്ട്. അതാണ് ഞാൻ മേളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒച്ച കിട്ടിയില്ല, പക്ഷെ വിഷമായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. ഫ്ലൈ വർക്കല ടീമിന് ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവരാണ് ഈ സെറ്റപ്പ് റെഡി ആയി തന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്റെ വയറൊക്കെ ഗുളുകുളാന്നാണ് ഗൈസ്. നോക്ക്, പുതിയ ഐഫോൺ 17 Pro Max ഗൈസ്. നല്ല ഭംഗി ഗൈസ് ഫോണ് കാണാൻ. ഷോ ചക്കുട് വാവേക്കണക്കിരിക്കുന്നത്. പക്ഷേ ഗൈസ്, ഞാൻ എന്തിനാണ് ഈ അമ്മുമ്മയുടെ റൗക്ക് ഇട്ടുകൊണ്ട് ഈ ക്ലാസ്സിൽ കയറിയത് പാരാമോട്ടോയിൽ? ഇതുപോലൊരു വിഷമം എനിക്കില്ല ഗൈസ്. കാരണം ഈ റോൾ ചെയ്ത് വെച്ച് എനിക്കൊന്ന് കയ്യങ്ങാണ്ട് കയറി തട്ടിയതാണെന്ന് തോന്നുന്നു. അണ്ണാ വേറെ ആരെ കുലുക്കിയടിച്ചിട്ട് കൊണ്ടുവന്നേക്കാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രിസ്പി ഓഡിയോയും അൺബോക്സിങ്ങിന്റെ ഫുട്ടേജ് ഉണ്ടല്ലോ. പക്ഷേ അവരുടെ 360 ക്യാമില് ഉള്ളത് കൊണ്ട് ചെറിയൊരു ഹോപ്പുണ്ട്. അത് വീട്ടിൽ ചെന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. അത് വെച്ച് നമ്മൾ ഈ അൺബോക്സിങ് കളർഫുൾ ആക്കും കേസ്. ഇനി തിരിച്ചു പോട്ടെ കേസ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഐഫോൺ 17 Pro Max 1 TB അൺബോക്സിങ് ഇൻ ദി സ്കൈ. നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട് കേസ്, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് എൻ്റെ പഴയ ഔട്ടർ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു
നമ്മൾ രണ്ടാമതായിട്ട് ഇപ്പം ഡെയിലി വ്ളോഗിങ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഔട്ട്രോ എടുക്കുന്നത്, അല്ല ഇൻട്രോ എടുക്കുന്നത് ഗൈസ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇന്ന് രാവിലെ എന്തോ അവൾ ക്യാമറ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഇൻട്രോ എടുക്കാൻ തോന്നി എടുത്തതാണ്. എനിക്ക് ഇത്രയും നാളായിട്ട് തോന്നിയിട്ടില്ല, ഇന്ന് എനിക്ക് രാവിലെ തോന്നി ഞാൻ എടുത്തതാണ്. ഫ്രം ദ ഹാർട്ട് ടു യു ഗൈസ്. ആൻഡ് ഈ ക്യാമറ ഫുട്ടേജ് കിട്ടിയില്ലെങ്കിലും ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, റിയലി ജസ്റ്റ് ഹാപ്പി ഗൈസ്. അപ്പോൾ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശാസ്ത്രം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ എന്തായാലും ഗൈസ് ഓൺ പോസിറ്റീവ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൊണ്ട് ഞെക്കിക്കോ. I'm in the game, I was on the bench. First I was renting, now I'm collecting rent. First it with the Beamer, now I want the Benz. Spending all the bag like here I go again. Outside says chirp, not a caring phone.